30 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകപ്രശസ്തമായ കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ പ്രധാന മത്സര വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ സിനിമ പ്രദർശിപ്പിക്കുന്നത്. പായൽ കപാടിയ സംവിധാനം ചെയ്ത ഓൾ ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിൽ മലയാളി നായികമാരായ കനി കുസൃതിയും ദിവ്യ പ്രഭയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമാ സ്നേഹികളുടെ അഭിനയ ജീവിതം സ്വപ്നം കാണുന്ന ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്ന ഒന്നാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ റെഡ് കാർപ്പറ്റ്. അതിലൂടെയാണ് മലയാളികൾക്ക് അഭിമാനമായി കനി കുസൃതിയും ദിവ്യ പ്രഭയും നടന്നു നീങ്ങിയത്. എന്നാൽ അവർക്കൊപ്പം തിളങ്ങിയ മറ്റൊരാൾ കൂടെയുണ്ട്. കനിയുടെ കയ്യിൽ കരുതിയ ആ തണ്ണിമത്തൻ മോഡൽ ബാഗിന് ഒരു വ്യക്തമായ രാഷ്ട്രീയം പറയാനുണ്ട്. കനി കുസൃതി എന്ന നടിയുടെ രാഷ്ട്രീയം. പാലസ്തീൻ ഐക്യദാർഢ്യമായി എത്തിയ കനി കുസൃതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആളുകൾ ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു. എന്നാൽ എന്താണ് പാലസ്തീനും തണ്ണിമത്തനും തമ്മിലുള്ള ബന്ധം? പാലസ്തീൻ ദേശീയ പതാകയിലെ നിറങ്ങളോടും ഡിസൈനോടും ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് തണ്ണിമത്തൻ പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ അടയാളമായി ലോകമെങ്ങും അറിയപ്പെടുന്നത്. അറബ് ഇസ്രായേൽ യുദ്ധത്തിനു ശേഷം 1967 മുതൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പാലസ്തീൻ പതാകയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പതാകയോ അതിന്റെ നിറങ്ങൾക്ക് സമാനമായ വസ്തുക്കളോ പ്രദർശിപ്പിക്കുന്നവർക്കെതിരെ അറസ്റ്റ് ചെയ്യുമെന്ന ഉത്തരവും ഉണ്ടായിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം 1993 ആ ഉത്തരവ് പിൻവലിക്കുന്നത്. വീണ്ടും പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം വീണ്ടും പൊതുവിടങ്ങളിൽ പാലസ്തീൻ പതാകകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ഭരണകൂടം ഉത്തരവ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തണ്ണിമത്തൻ പാലസ്തീന്റെ പ്രതിരോധ അടയാളമായി മാറിയതിന് മറ്റൊരു കഥ കൂടിയുണ്ട്. 1980കളിൽ തന്റെ ആർട്ട് ഗാലറിയിൽ സെൻസർഷിപ്പിനെത്തിയ ഇസ്രായേൽ പട്ടാളക്കാരാണ് തണ്ണിമത്തൻ പ്രതിരോധ അടയാളമായി മാറ്റിയതെന്നാണ് പാലസ്തീൻ ചിത്രകാരനായ സ്ലിമൻ മൻസൂർ അഭിപ്രായപ്പെടുന്നത്. ഒരിക്കൽ സ്ലിമൻ മൻസൂറിന്റെ ആർട്ട് ഗാലറി പരിശോധിക്കാൻ ഇസ്രായേൽ പട്ടാളക്കാരെത്തുന്നു. അവിടെ നിന്നും പാലസ്തീനികളുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ പട്ടാളക്കാർ പിടിച്ചെടുത്തു. ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കരുതെന്നും തങ്ങളെ ചിത്രങ്ങൾ കാണിച്ച് അനുമതി നേടാതെ ഇനി ഒരിക്കലും താങ്കൾക്ക് ചിത്രപ്രദർശനം നടത്താനാവില്ലെന്നും അന്ന് പട്ടാളക്കാർ പറഞ്ഞു. അതിനു പുറമെ പാലസ്തീൻ പതാകയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചുവപ്പ്, പച്ച, കറുപ്പ്, വെള്ള എന്നീ നിറങ്ങൾ പെയിന്റിങ്ങിനായി ഒരിക്കലും ഉപയോഗിക്കരുതെന്നും പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇസാം ബദർ എന്ന ചിത്രകാരൻ ഈ നിറങ്ങൾ ഉപയോഗിച്ച് പൂക്കൾ വരച്ചാൽ എന്തു ചെയ്യുമെന്ന് പട്ടാളക്കാരോട് ചോദിച്ചു. ആ നിറങ്ങൾ ഉപയോഗിച്ച് എന്തു വരച്ചാലും അത് കണ്ടുകിട്ടും, അത് തണ്ണിമത്തനായാലും ശരി എന്നായിരുന്നു അവരുടെ മറുപടി. എന്നാൽ ഈ സംഭവം പുറം ലോകത്തെത്തിയതോടെ ചിത്രകാരനായ ഇസ്ലാമിന് പിന്തുണയുമായി നിരവധി ചിത്രകാരന്മാർ രംഗത്തു വരികയും നിരോധിക്കപ്പെട്ട ആ നിറങ്ങൾ ഉപയോഗിച്ച് അവർ ചിത്രങ്ങൾ വരച്ചു. തണ്ണിമത്തൻ ചിത്രങ്ങൾ പരക്കെ നിറഞ്ഞു തുടങ്ങി. ഇതിനെ തുടർന്ന് കുറച്ചു കാലങ്ങൾക്ക് ശേഷം സ്ലിമനെ അറസ്റ്റ് ചെയ്തു. പിന്നീടാണ് സ്ലിമൻ തണ്ണിമത്തൻ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിന് പിന്തുണയുമായി നിരവധി ചിത്രകാരന്മാരും തണ്ണിമത്തൻ ചിത്രങ്ങളുമായി രംഗത്ത് വന്നു. പിന്നീട് പാലസ്തീന്റെ പ്രതിരോധാത്മകമായി തണ്ണിമത്തൻ മാറി. ഇപ്പോഴും ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങൾ തുടർക്കഥയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മലയാള ചലച്ചിത്ര താരമായ കനി കുസൃതി തന്റെ നിലപാട് ലോകത്തോട് വിളിച്ചു പറയാൻ കാൻ ഫിലിം ഫെസ്റ്റിവൽ പോലൊരു വലിയ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. കൃത്യമായ രാഷ്ട്രീയ വീക്ഷണമുള്ള ആളാണ് കനി. തന്റെ നിലപാട് അറിയിക്കാൻ കനി സ്വീകരിച്ച മാധ്യമമാണ് ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നത്. കാനിന്റെ വേദിയിൽ തന്റെ നിലപാട് നിശബ്ദമായി അടയാളപ്പെടുത്തുകയാണ് കനി. തന്റെ നിലപാടുകൾ വ്യക്തമായി തന്നെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് കനി കുസൃതി എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. നിലപാട് അറിയിക്കാൻ ലോകം മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാൻ ഫിലിം ഫെസ്റ്റിവൽ പോലൊരു വേദി തിരഞ്ഞെടുത്തപ്പോൾ മലയാളികൾക്കും ഇന്ത്യക്കും തന്നെ നാണക്കേട് എന്ന് പറയുന്ന ഒരു കൂട്ടരെയും നിലപാട് പറയാൻ കാണിച്ച ചങ്കൂറ്റത്തെ അഭിനന്ദിച്ച് മറ്റൊരു കൂട്ടരും രംഗത്ത് വന്നു. കനി കുസൃതിയിൽ നിന്നും ഇങ്ങനൊരു കാര്യം സംഭവിക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം തന്റെ നിലപാടുകൾ എവിടെയും തുറന്നു പറയാൻ മടി കാണിക്കുന്ന ഒരാളല്ല കനി എന്ന് പറയുന്നത്. നടി കേറ്റ് ബ്ലാൻഷെറ്റ്, പാസ്കൽ കാൻ തുടങ്ങിയ നിരവധി പേർ കാൻ ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ സമാന പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്?